ഹൈദരാബാദിൽ ഞങ്ങൾ താമസിച്ച ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറഞ്ഞാലോ. ഡെക്കാൻ സിറായി ഗ്രാൻഡേ ഹോട്ടൽ. ഇത് ഹൈടെക് ഹൈദരാബാദ്, അതായത് ന്യൂ ഹൈദരാബാദിലാണ് ഇതുള്ളത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റിയ ഹോട്ടലാണ്. ആചാരമര്യാദകളോട് കൂടി തന്നെ അവർ നമ്മളെ സ്വീകരിച്ചു. ഇത് അവരുടെ ലോബിയാണ് ആ കാണുന്നത്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് അവർ തന്നെ ഒരുക്കി തരും. വളരെ ഭംഗിയായിട്ട് അത്യാധുനികമായ രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഏറ്റവും വൃത്തിയുള്ള ഒരു ലോബിയാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് അതോടെ അസോസിയേറ്റ് ചെയ്ത് റോസ്റ്റ് എന്ന് പറയുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല പുറമേ നിന്നുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വരാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് 24 മണിക്കൂറും, അതായത് ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾക്ക് ഒരുക്കുന്ന പ്രഭാത ഭക്ഷണമാണ്. നോക്കിക്കോളൂ, ഇത്ര രസമുള്ള വിഭവങ്ങളാണ്. അതായത് ആദ്യം നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ്, അവിടെ തന്നെ ബേക്ക് ചെയ്ത ബേക്കറി ഐറ്റംസ് ആണ് ഒരു 3-4 തരം നമുക്കുള്ളത്. അതിനുശേഷം നമുക്ക് പുഡിംഗ് ഉണ്ട്, അതുപോലെ പായസമുണ്ട്. ചോക്ലേറ്റ് പുഡിംഗ് ആണ് കേട്ടോ. പായസം ഒരുക്കിയിട്ടുണ്ട്, പരിപ്പ് പായസമാണ്. പിന്നെ ആ നാട്ടിലെ തനത് വിഭവങ്ങളായിട്ടുള്ള പുലാവ് പോലെയുള്ള എന്തോ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഉപ്പുമാവിൻ്റെ രസമുള്ള ഒരു പ്രത്യേക വിഭവമാണ്. പിന്നെ വട, നമ്മുടെ തുളയുള്ള വടയ്ക്ക് പകരം ഉണ്ട പോലെയുള്ള വടയാണ്. പിന്നെ ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാറിന് തന്നെ 6 തരത്തിലുള്ള ചട്നിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം വളരെ ടേസ്റ്റിയാണ്. പിന്നെ കേടും പിക്കിളും ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ഇത് ആലു പൊറോട്ടയാണ്. പിന്നെ ഇത് ആ നാട്ടിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. നല്ല ഫ്രൈ ആയിട്ടിരിക്കുന്ന വിഭവം, അതിൻ്റെ പേര് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ്, ഇതെല്ലാം പ്രഭാത ഭക്ഷണത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിന് നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്, പ്രത്യേകിച്ച് വിദേശികൾക്കൊക്കെ ബ്രെഡ് കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പോൾ ബ്രെഡ്, ബട്ടർ, ജാം, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം 2 തരത്തിലുള്ള ബ്രെഡ് നമുക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഹോട്ട് മിൽക്ക്, ഹോട്ട് പോട്ട്, ടീ, ഇതെല്ലാം ചൂടോടെ നമുക്ക് എടുത്തുപയോഗിക്കാം. പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ, വേണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോഫി ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറ്റൊക്കെ നോക്കുന്നവരെ ഉദ്ദേശിച്ചായിരിക്കണം. പിന്നെ ജ്യൂസുകളുണ്ട്. 3 തരത്തിലുള്ള ജ്യൂസുകളാണ് നമുക്ക് അന്ന് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഓട്സ് ഉണ്ട്. വിദേശികൾക്ക് ഓട്സ് വളരെ നിർബന്ധമായതുകൊണ്ട് ഓട്സും ഹോട്ട് മിൽക്കും നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ ഗ്രാൻഡായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് 3 നേരവും അവിടെ വിളമ്പി തരുന്നത്. ഇതവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു യന്ത്രമാണ്. അവിടെ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങൾ ലൈവായിട്ട് അവർ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും കുക്കീസ്, അതുപോലെ കേക്ക്, ടീ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഗതികളാണ്. ഇത് ഫുഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ചില കളിപ്പാട്ടങ്ങളാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് രസം പിടിപ്പിക്കുന്ന. ഇതെല്ലാം ആളുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കാരണം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം നമുക്ക് നന്നായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കോഫി, നല്ല റോസ്റ്റ് കോഫി സീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോഫി ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പലതരത്തിലുള്ള അറബിക് വിഭവങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കേക്കുകളും പലതരത്തിലുള്ള ക്രീമുകൾ ആഡ് ചെയ്തിട്ടുള്ള കേക്കുകളും ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നു. നമുക്കത് സെർവ് ചെയ്യുന്നു. ഇത് പലതരത്തിലുള്ള ക്രീമുകളാണ് പല ടേസ്റ്റുകളിലുള്ളത്. നമുക്ക് കേക്കിനോടോ അല്ലെങ്കിൽ ഐസ്ക്രീമിനോടോ ഷേക്കിനോടോ ഒക്കെ യോജിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഹോട്ടലിൻ്റെ മുൻവശം. നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വളരെ മര്യാദകളോടുകൂടി നമ്മളെ സ്വീകരിച്ച് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടുന്ന വാഹനം നമുക്ക് ഒരുക്കി തന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾ വാഹനത്തിൽ കയറ്റി നമ്മുടെ ലഗേജൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് ലഗേജൊക്കെ കയറ്റി നമുക്ക് കൃത്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര കൊണ്ടുപോകുവാനും അതിനുള്ള ഡ്രൈവേഴ്സിന് ഏർപ്പാട് ചെയ്യാനും നമ്മുടെ യാത്രയ്ക്ക് ഫോളോ അപ്പ് തരാനും ഒക്കെ വളരെയധികം ഉത്സാഹം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ നല്ല ഒരു ഹോട്ടൽ സെറ്റപ്പായി, പ്രത്യേകിച്ച് ഹൈദരാബാദിൽ ഹൈടെക് സിറ്റിയിൽ നമുക്ക് ഫാമിലി ആയിട്ട് സേഫായിട്ട് ഏറ്റവും വൃത്തിയോടുകൂടിയും നല്ല ഭക്ഷണത്തോടു കൂടിയൊക്കെ താമസിക്കാനുള്ള നല്ലൊരു സെലക്ഷനായിട്ട് തന്നെ ഫീൽ ചെയ്തു. താഴത്തു നിന്ന് കാണുന്ന 3 ലിഫ്റ്റുകളാണ്. ഈ 3 ലിഫ്റ്റുകളും 24 hours വർക്കിംഗ് ആണ്.
കണ്ടോ, അവർ നമ്മളെ സ്വീകരിക്കുന്നതും നമുക്കായിട്ടുള്ള വണ്ടി അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ ഡ്രൈവർ നമ്മളെ കാത്തു നിൽക്കുന്നു. അപ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുവാനും വാഹനത്തിലേക്ക് കയറ്റുവാനും ഒക്കെ അവർ മുൻനിരയിൽ തന്നെയുണ്ട്. ശരിക്കും ഹൈദരാബാദ് യാത്ര ഒരു നല്ലൊരു അനുഭവമാക്കി മാറ്റുന്നതിൽ ഈ ഹോട്ടലും ഒരു പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയാം. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ നമുക്ക് ഈ ഹോട്ടൽ തീർച്ചയായിട്ടും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത് നമുക്ക് കിടക്കാനുള്ള മുറികളാണ്. വളരെ ഭംഗിയായി വൃത്തിയായി ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയിരിക്കുന്ന മുറികളാണ് ഇവിടെ ഉള്ളത്. ഇത് നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിൻ്റെ വേറൊരു വ്യൂ ആണ്. പിന്നെ ഉള്ളതിൻ്റെ വേറൊരു അട്രാക്ഷൻ റൂഫ് ടോപ്പിൽ കാണുന്ന സ്വിമ്മിംഗ് പൂളാണ്. ഈ സ്വിമ്മിംഗ് പൂൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 മണി വരെ നമുക്ക് അവൈലബിൾ ആണ്. സ്വിം സ്യൂട്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് ധരിക്കാവൂ. എങ്കിൽ പോലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് ഈ പകൽ സമയത്തെല്ലാം അവിടെ ഗാർഡുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ നമുക്ക് അവിടെ ആക്കിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല, സേഫായിട്ട് നമുക്ക് അവർക്കത് എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ റൂഫ് ടോപ്പിലായതുകൊണ്ട് ചെറിയൊരു വെയിലിൻ്റെ നാളം, ഞങ്ങൾ രാവിലെ സമയത്തായിരുന്നു സ്വിമ്മിംഗ് പൂൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പം ചെറിയൊരു വെയിലിൻ്റെ നാളവും ചെറിയ തണുത്തൊരു കാറ്റും കൂടി ആയപ്പം നല്ല ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. വളരെ നന്നായിട്ട് കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ആ പൂള് എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇതവർ ഞങ്ങളെ യാത്ര അയക്കുന്ന ദൃശ്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ യാത്ര അടിപൊളിയാക്കുന്നതിൽ ഈ ഹോട്ടൽ വളരെയധികം പങ്കുവഹിച്ചു. ആൻഡ് യു ക്യാൻ ഓപ്റ്റ്, എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന ഒരു ഹോട്ടലാണിത്. സോ ഇത് നോട്ട് ചെയ്ത് ഇത് എൻജോയ് ചെയ്യാം.